ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൽ ഇതിന് നീർദോശ എന്നാ പറയാ കേട്ടോ. അപ്പോൾ നമുക്ക് പത്തിരിപ്പൊടി വെച്ച് തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. നന്നായി വറുത്ത പത്തിരിപ്പൊടി ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് മില്ലിൽ നിന്ന് തന്നെ വറുത്ത പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പാക്കറ്റ് പൊടിയാണ് ഉള്ളത് വെച്ചെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കിയാൽ നല്ലതുപോലെ നന്നായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൗൾ അളവിലാണ് ഞാനൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതിന് 2 ബൗള് വെള്ളം നമുക്ക് ആദ്യം മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2 ബൗള് നിറയെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് 1 ബൗള് പത്തിരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 പാത്രം വെള്ളത്തിന് 1 പാത്രം പത്തിരിപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 പാത്രം നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് മുട്ട ഒന്ന് മിക്സ് ആവുന്ന അത്ര സമയം മതിയേ. പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും. പെട്ടെന്ന് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കറക്കിയെടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല ലൂസിലായിരിക്കും കേട്ടോ. നല്ല ലൂസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നല്ല ലൂസിലായിരിക്കണം കേട്ടോ വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും വെളിച്ചെണ്ണ 1 സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെള്ളം കുറവായി തോന്നിയാൽ വീണ്ടും നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കുറവ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഇളം ചൂടുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില പൊടിക്ക് ഓരോ പൊടിൻ്റെ ഇതിനനുസരിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ ചില പൊടിക്ക് നല്ല ചൂടുള്ള വെള്ളം വേണ്ടി വരും, ചില പൊടിക്ക് തീരെ ചൂട് വേണ്ട, സാധാ വെള്ളം തന്നെ മതി. അപ്പോൾ ഇതിലൊരു ഇളം ചൂടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ലൂസിലായിരിക്കണം കേട്ടോ നമ്മൾ വേണ്ടത്. നമ്മൾ ഒഴിച്ചെടുക്കുമ്പോൾ അങ്ങ് ഒഴുകി പോകുന്ന രീതിയിലായിരിക്കണേ. അപ്പോൾ ഇത് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഓരോ തവ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശരിക്കും അങ്ങോട്ട് ഒഴുകി പോകുന്ന കണ്ടോ, ഈ രീതിയിലായിരിക്കണം കേട്ടോ. ഫ്രൈ പാനിലാണ് ചുട്ടെടുക്കുന്നത്. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമുക്കിത് ഇനി അടച്ച് വെച്ച് കുറച്ച് സമയം കൂടുതൽ 2 മിനിറ്റ് ഒന്നും വേണ്ട, അതിൻ്റെ മുന്നായിട്ട് തന്നെ ഇത് വെന്ത് കിട്ടും. നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വേഗം ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കണ്ടോ. നല്ല ദോശയാണ്, നല്ല നന്നായി കിട്ടുകയും ചെയ്യും. നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല മൊരിച്ചിലായിരിക്കും കേട്ടോ. പിന്നെ അങ്ങോട്ട് തണുത്ത് കഴിഞ്ഞാൽ അത് കുഴഞ്ഞിരിക്കുകയും ചെയ്യും. അപ്പോൾ ചൂടോടെ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ നമുക്ക് മുഴുവനും ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അവസാനത്തത് വരെ നമുക്ക് ശരിക്കും നന്നായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല നൈസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെ അറിയാത്തവരാണെങ്കിൽ മാത്രം കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒന്നാണിത് കേട്ടോ, നീർദോശ.
അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.